ഭാഗമായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനകീയയിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്നത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗങ്ങൾ സംസ്ഥാന എല്ലാ ജില്ലകളിലേക്കും നടക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ 3 മെയ് ആരംഭിച്ച് എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇന്നലെയാണ് സമാപിച്ചു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് നിന്നുള്ളവരെ കേൾക്കാനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് കോഴിക്കോട് ജില്ലാതല യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. വിവിധ മേഖലയിലേക്ക് വിദഗ്ധരെയും വിവിധ വിഭാഗങ്ങളിലേക്ക് നിന്നുള്ളവരുടെ പ്രതിനിധികൾ നിന്നും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം. മത സമുദായിക നേതാക്കൾ, സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, ട്രേഡ് യൂണിയൻ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണൽസ്, വ്യവസായികൾ, പ്രവാസികൾ, സാമുദായിക നേതാക്കൾ തുടങ്ങിയ ഒട്ടേറെ മേഖലയിലേക്ക് നിന്നുള്ളവരെ ആണ് യോഗത്തിൽ ക്ഷണിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. അതിൻ്റെ ഏറെ ബഹുമാനത്തോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷൻ വഹിക്കുന്നതായി ബഹുമാനപ്പെട്ട PWD ആൻഡ് ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് സാറാണ്. സാറിൻ്റെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് നമ്മുടെ മിനിസ്റ്റർ സർ, ഫോറസ്റ്റ് ആൻഡ് വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ സർ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിലെ VC പ്ലാനിംഗ് ബോർഡ് ഡോക്ടർ VK രാമചന്ദ്രൻ സാർ നമുക്ക് കൂടെയുണ്ട്. സാറിൻ്റെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ സർ, ശ്രീ അഹമ്മദ് ദേവർകോവിൽ സർ, ശ്രീ TP രാമകൃഷ്ണൻ സർ, EK വിജയൻ സർ, സച്ചിൻ ദേവ് സർ, PTA റഹീം സർ, കുന്നാമത് കുട്ടി മാസ്റ്റർ സർ, ലിൻറ്റോ ജോസഫ് സർ, എല്ലാ MLA-മാരെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉണ്ട്. മാഡമിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി നമ്മുടെ കൂടെയുണ്ട്. മാഡമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് സ്പെഷ്യൽ ഓഫീസർ ഫൈനാൻസ് സെക്രട്ടറി യശ്വന്ത് സർ നമ്മുടെ കൂടെയുണ്ട്. സാറിൻ്റെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി സർ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് അവരെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, MLA-മാർ, മേയർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇവിടെ ക്ഷണിക്കപ്പെട്ടെത്തിയിട്ടുള്ള വിവിധ മേഖലകളിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലൊരു യോഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് വിളിച്ചു ചേർക്കുന്നതിൻ്റെ കാരണം ഇവിടെ കലക്ടർ സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും അതിലൂടെ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് നടപ്പിലാക്കുവാനുമുള്ള വലിയ ശ്രമമാണ് നടത്തി വരുന്നത്. 2021 മെയ് മാസം 20-ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്ത് ഒരിടത്തും കാണാത്ത നിലയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ആ പ്രദേശത്തിൻ്റെ ആകെയുള്ള ഇടങ്ങളിലെല്ലാം സഞ്ചരിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുകയും സർക്കാരിന് പറയാനുള്ളത് പറയുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ടായി. അത് നവകേരള സദസ്സാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മന്ത്രിമാർ സഞ്ചരിക്കുകയും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ജനങ്ങൾക്ക് പറയാനുള്ളത് മനസ്സിലാക്കുകയും ആ നിയമസഭാ മണ്ഡലത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറയുകയും ചെയ്തുകൊണ്ടാണ് പോയത്. അത് ലോകത്തിന് മാതൃകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഇത് മാതൃകയാക്കിയുള്ള ചില പരിപാടികൾ പിന്നീട് ആസൂത്രണം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. നവകേരള സദസ്സ് പോലെ തന്നെ 2021 മെയ് 20-ന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2 തവണ താലൂക്ക് അദാലത്തുകൾ
മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയുണ്ടായി. 14 ജില്ലകളിലെയും താലൂക്ക് അദാലത്തുകളിൽ മന്ത്രിമാരുടെ ഒരു ടീം വിവിധ വിഷയങ്ങൾ കേൾക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇടപെടുകയുണ്ടായി. നിരവധി പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കുന്ന സ്ഥിതിയുമുണ്ടായി. ഇങ്ങനെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമായ അത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി 14 ജില്ലകളിലും ഇതുപോലെ മുഖ്യമന്ത്രി ജില്ലാതല യോഗങ്ങളിൽ പങ്കെടുത്ത് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് പറയുന്നത് കേൾക്കാനും അവരോട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും പറയാനുള്ളത് പറയാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ ഉദ്യോഗസ്ഥ തലത്തിൽ മേഖലാതല യോഗങ്ങൾ നടത്തി ഓരോ ജില്ലയിലും വികസന പ്രവർത്തനങ്ങളിൽ നടത്തേണ്ട കാര്യങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനുള്ള ഇടപെടലും ഇപ്പോൾ നടന്നു വരികയാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ 2016 മുതൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തി വരുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷവും ഈ 4 വർഷക്കാലവും കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ നിസ്വാർത്ഥമായ ഇടപെടലാണ് തുടർ നടപടികളുമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ 4-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവരോട് മുഖ്യമന്ത്രിക്ക് പറയാൻ ഈ യോഗം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും വന്നവർക്ക് പറയാനുള്ളത് കേൾക്കാനും ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. യോഗം അവസാനിക്കുന്നത് വരെ പൂർണ്ണമായും ഇരിക്കാനാണ് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് എന്നറിയാം. യോഗം അവസാനിക്കുന്നത് വരെ തന്നെ യോഗത്തിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ട് അവ പ്രായോഗികമായി നടപ്പിലാക്കേണ്ടത് ആ നിലയിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാടിന് കരുത്തു പകരുന്നത് തന്നെയാണ് കോഴിക്കോട്ടെ ഈ യോഗം. ആ യോഗത്തിൽ വന്ന എല്ലാവരോടും പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ക്ഷണിക്കുകയാണ്. സഹോദരീ സഹോദരന്മാർ, 2021 മെയ് മാസത്തിലാണ് LDF സർക്കാർ അധികാരത്തിലേറിയത്. അതിൻ്റെ 4-ാം വാർഷികം പൊതുവെ ആചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ രീതിയിലുള്ള പരിപാടികൾ വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന് 4 ജില്ലകൾ മാത്രമേ ബാക്കിയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ എത്തുമ്പോൾ അത് 3 ജില്ലയായി മാറുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് പരിപാടികൾക്കൊരു തുടർച്ച നഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക സാഹചര്യം പരിപാടികൾ താൽക്കാലികമായി മാറ്റിവെക്കുന്നതിനിടയാക്കി. പക്ഷെ മലപ്പുറം ജില്ലയിലെ പരിപാടി മാത്രമാണ് ഇതിൻ്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നത്. സംസ്ഥാനതല മറ്റു ചില യോഗങ്ങളുണ്ടായിരുന്നു. അതിൽ 2 യോഗവും ഇവിടെയും കോട്ടയത്ത് നടക്കേണ്ട 2 യോഗവും മാറ്റിവെക്കേണ്ടി വന്നു. ഏതായാലും സ്ഥിതിഗതികൾ ശാന്തമായതോടെ
ഈ പരിപാടി നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ തുടരാമെന്നാണ് കണ്ടത്. ചില പ്രയാസങ്ങൾ ചിലപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഈ പരിപാടി ഇല്ലയെന്ന് വന്നപ്പോൾ ചിലരൊക്കെ പുതിയ പരിപാടികൾ തയ്യാറാക്കി പോകുന്ന അവസ്ഥ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. ഏതായാലും അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്ന് പറയുമ്പോൾ ആ സർക്കാർ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ജനങ്ങൾ കാണുന്നത്. യഥാർത്ഥത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കിയാൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ 9 വർഷം പൂർത്തിയാകുന്നു, 10ാം വർഷത്തേക്ക് കടക്കുന്നു. ഈ കാലയളവ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. 2016 മെയ്യിൽ എന്തായിരുന്നു അവസ്ഥ, പിന്നീട് ഓരോ മേഖലയിലും എങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങളുണ്ടായി, അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അങ്ങനെ കടന്നാൽ നിങ്ങൾക്ക് പറയാനുള്ള സമയത്തിന് ചുരുക്കം സംഭവിച്ചേക്കാം. പ്രധാനം നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഹായകമാവും. അപ്പം അതിന് സമയം ചുരുങ്ങാതിരിക്കുക എന്നതുകൊണ്ട് ആമുഖമായി വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ ചിത്രം നാടിനു മുന്നിൽ പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നില്ല. അത് സാധാരണഗതിയിൽ ചെയ്യാൻ ബാധ്യപ്പെട്ടവർ അവരുടേതായ താല്പര്യം കൂടി വെച്ചുകൊണ്ട് മറ്റൊരു ചിത്രം, യഥാർത്ഥ ചിത്രം മറച്ചു വെച്ച് മറ്റൊരു ചിത്രം അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി എന്ന ഭാഗം തീർത്തും അവതരിപ്പിക്കാതിരിക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു ചിത്രം നാടാകെ പ്രയാസത്തിലാണ്, വലിയ സാമ്പത്തിക പ്രയാസമാണ്. അത് ഒരു ഭാഗം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കാൻ നോക്കുന്ന കാര്യം നാടിന് പുരോഗതി ഉണ്ടാകുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഭാഗമായി നടക്കേണ്ട
പ്രവർത്തനങ്ങൾ നിർവഹിക്കാനാകുന്നില്ല. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും വരികയാണ്. അത് വസ്തുതാപരമല്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തനത് വരുമാനം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നാടിൻ്റെ പുരോഗതി കൊണ്ടാണല്ലോ അത് വരുന്നത്. ഇവിടുത്തെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ആഭ്യന്തരമായി നമ്മുടെ നാടിൻ്റെ വരുമാനം വർദ്ധിക്കുന്നതിനിടയാക്കുന്നു. ഈ ഭാഗം നാടിൻ്റെ പുരോഗതിയാണ് കാണിക്കുക. ഇപ്പോൾ 2023-24 നമ്മുടെ തനത് വരുമാനം 72.84%. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനം ആർജിക്കേണ്ട നല്ല വരുമാനമായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ പറ്റുക. ഇവിടെ വർഷം തോറുമുള്ള വരുമാനം താരതമ്യപ്പെടുത്തിയാൽ കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ടാണ് കാണാൻ കഴിയുക. 47,000 കോടി രൂപയിൽ നിന്ന് 81,000 കോടിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു. ഇപ്പോൾ 3 വർഷം കൊണ്ട് തന്നെ വന്നിട്ടുള്ള വർധനവാണത്. ഇത് നികുതി ഇനത്തിലുള്ള വരുമാനമാണെങ്കിൽ ആകെയുള്ള തനത് വരുമാനം നമ്മുടെ സംസ്ഥാനത്ത് 3 വർഷം മുൻപ് 55,000 കോടി രൂപയായിരുന്നു. അത് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിനുണ്ടാകുന്ന പുരോഗതിയാണിത് കാണിക്കുന്നത്. പക്ഷേ നമ്മെപ്പറ്റി, നമ്മുടെ നാടിനെപ്പറ്റി തെറ്റായ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിലാണ് വല്ലാത്ത താല്പര്യം. അത് നാടിൻ്റെ വികസനം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്. വികസന വിരുദ്ധരായവരാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് നാം കാണണം. അതിലൊരു ഭാഗം നമ്മുടെ കടത്തിൻ്റെ ഭാരം, അതുകൊണ്ട് സംസ്ഥാനമങ്ങ് വല്ലാതെ പ്രയാസപ്പെടുകയാണ് എന്നൊരു ചിത്രം അവതരിപ്പിക്കലാണ്. കടം ഏതൊരു സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അത് ആഭ്യന്തര ഉൽപ്പാദനവുമായുള്ള താരതമ്യമാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം അത് വർദ്ധിച്ചു വരികയാണെങ്കിൽ നമുക്ക് പ്രയാസമാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ അത് വർദ്ധിക്കുകയല്ല, കുറയുകയാണ്. നേരത്തെ 36%, ഇപ്പോഴത് 34%. ഇനിയും കുറയും എന്നതാണ് കാണേണ്ടത്. ഇപ്പോൾ
ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്താൽ നമ്മുടെ ചെലവിൻ്റെ കാര്യത്തിൽ വരുന്ന ഭീമമായ വർധനവുണ്ട്. ഏതൊരു സംസ്ഥാനത്തിൻ്റെയും പൊതുവായ ചെലവുകൾ നിർവഹിക്കുന്നത് സംസ്ഥാനം മാത്രമല്ല, അതിൽ കേന്ദ്രവിഹിതം കൂടിയുണ്ട്. ഈ ഭാഗം പരിശോധിച്ചാൽ സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കുന്നതും കേന്ദ്രവിഹിതം കുറയുന്നതും കാണാൻ പറ്റും. പൊതുവെ സംസ്ഥാനങ്ങളുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മുടേതൊരു പ്രത്യേക കേസായിട്ടാണ് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം മൊത്തം ചെലവെടുത്താൽ 70% സംസ്ഥാന സർക്കാരാണ് നടത്തേണ്ടി വന്നത്. അപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്ന് കേന്ദ്രം വഹിക്കുന്നത് കുറവ് വന്നു എന്നർത്ഥം. ഈ വർഷമാകുമ്പോൾ അത് 75% ഈ നടപ്പ് വർഷം, സാമ്പത്തിക വർഷം 75% എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ചില സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നല്ല തോതിൽ ആ സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല നിലക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കേന്ദ്രത്തിൻ്റെ സമീപനം എല്ലാവർക്കും അറിയാം. നമുക്ക് ചെലവുകൾ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്നത് നമ്മുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവാണ്. ഇപ്പോൾ 2016 നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 5,60,000 കോടി രൂപയായിരുന്നു. അത് ഇപ്പോൾ 13,11,000 കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുകയാണ്. 5,11,000 കോടി, 5,06,000 കോടിയിൽ നിന്ന് 60,000 കോടിയിൽ നിന്നാണ് ഇപ്പോൾ 13,11,000 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ആണല്ലോ സാധാരണ ഇത്തരം കണക്കുകൾ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുക. റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായിരുന്നു. ഇപ്പോൾ അത് 2,28,000 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിനുണ്ടാകുന്ന പൊതുവായ പുരോഗതി എങ്ങനെയെന്നതിൻ്റെ സൂചനകളാണ്. ഓരോ മേഖലകളെടുത്താൽ നമ്മുടെ വിവിധ മേഖലകൾ നല്ല രീതിയിൽ ഈ കാലയളവിൽ അഭിവൃദ്ധിപ്പെട്ടു വന്നു എന്നാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ 2016 നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ഒരു മേഖലയും ഇപ്പോൾ ആ മേഖലക്കുണ്ടായ വളർച്ചയും താരതമ്യപ്പെടുത്തിയാൽ നല്ല വളർച്ച നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ പറ്റുക. അപ്പം നമ്മുടെ ചെറുപ്പക്കാർ പൊതുവെ ആഗ്രഹിക്കുന്നത് IT രംഗം കൂടുതൽ ശക്തിപ്പെടണമെന്നാണല്ലോ. അപ്പം IT രംഗത്തിൻ്റെ സ്ഥിതി എടുത്താൽ കേരളത്തിൽ IT പാർക്ക് നമ്മളാണ് നേരത്തെ തുടങ്ങിയത്. കേരളം, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്. പക്ഷേ
അതിനുശേഷം ആ മേഖലയിൽ കടന്നു വന്ന മറ്റു ചില സംസ്ഥാനങ്ങൾ നല്ല പുരോഗതി നേടി. എവിടെയോ നമുക്കൊരു മുന്നോട്ട് പോക്കിന് ഒരു ചെറിയ തടസ്സം വന്നു, ഒരു തരം സ്തംഭനാവസ്ഥ. ഇപ്പോൾ 2016 നമ്മുടെ IT പാർക്കുകളിലെ മൊത്തം കമ്പനികൾ 640 ഇപ്പോൾ അതിൽ വർധനവ് വന്നിരിക്കുകയാണ്. 1106 കമ്പനികൾ ഇപ്പോൾ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ തൊഴിലെടുത്തിരുന്നവർ 2016 78,068 പേർ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 1,48,000 പേരായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് IT മേഖലയിൽ നിന്നുള്ള കയറ്റുമതി 34,123 കോടി രൂപയുടേതാണ് 2016 ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ 90,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. IT മേഖലയിൽ നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ പുരോഗതി ഉണ്ടാക്കുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. സ്റ്റാർട്ടപ്പ് മേഖല എടുത്താൽ കേരളം ലോകം ശ്രദ്ധിക്കുന്ന ഒരു നാടായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടപ്പിൽ നല്ല വർധനവ് പൊതുവെ ഉണ്ടാവുകയാണ്. സ്റ്റാർട്ടപ്പിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് പൊതുവിലെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. 2016 3000 സ്റ്റാർട്ടപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 6300 വർദ്ധിച്ചിട്ടുണ്ട്. 5800 കോടി രൂപയുടെ നിക്ഷേപം ഈ സ്റ്റാർട്ടപ്പുകളിലൂടെ കേരളത്തിലുണ്ടാകുന്നുണ്ട്. 60,000 തൊഴിലവസരവും ഒരുക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ലക്ഷ്യമിടുന്നത് 2026 15,000 സ്റ്റാർട്ടപ്പുകളാണ്. 1,00,000 തൊഴിലവസരവും ഒരുക്കുക എന്നതാണ് നാം ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്തിയാൽ രാജ്യത്തിൻ്റെ മൊത്തം ചിത്രത്തിൽ കേരളം നൽകുന്ന സംഭാവന വളരെ വലുതാണ് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലേതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സംസ്ഥാനത്താണുള്ളത്. ഇവിടെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതൊക്കെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ളവയാണ്. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആയുർവേദ രംഗത്തിൻ്റെ വളർച്ചക്കുതകുന്ന ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതേപോലെ ആധുനിക കാലത്ത് ജിനോം ഡാറ്റാ സെൻറ്റർ,
മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം നാം ഒരുക്കുകയാണ്. അതേപോലെ തന്നെ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ മേഖലകളിൽ ഓരോ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികളും നാം സ്വീകരിച്ചു പോവുകയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനു പുറമെ 3 സയൻസ് പാർക്കുകൾ ഓരോന്നിനും 200 കോടി രൂപ വീതം ചെലവിട്ടുകൊണ്ട് സ്ഥാപിക്കാനാണ് നാം നടപടികൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ സംസ്ഥാനം ആധുനിക വിജ്ഞാന ഉൽപ്പാദന കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പങ്കാളിത്തം വഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹാർഡ്വെയറിലും സോളാർ പാനലിലും ലിഥിയം ബാറ്ററിയിലുമെല്ലാം ഉൽപ്പാദനം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ നാം സ്വീകരിച്ചു വരികയാണ്. കേരളത്തെക്കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നൊരു ധാരണ നമ്മുടെ നാട് വ്യവസായത്തിന് അത്ര കണ്ട് പറ്റിയ നാടല്ല എന്നുള്ളതാണ്. അതിന് പ്രധാന കാര്യം ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് കേരളത്തിൽ ഇല്ല. രാജ്യത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കണക്കുകളെടുത്താൽ നാം വളരെ പിറകിലായിരുന്നു. ഇത് മാറ്റാനുള്ള ശ്രമം 2016 LDF സർക്കാർ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി വ്യവസായികളായിട്ടുള്ളവരുടെ തന്നെ യോഗങ്ങൾ ഒന്നിലധികം തവണ ചേർന്നു. ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി. അവരുടെയെല്ലാം അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഈ രംഗത്ത് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് എന്തെല്ലാം മാറ്റങ്ങൾ വേണ്ടതുണ്ടോ ആ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിലൊന്ന് നിയമങ്ങളിൽ മാറ്റം വേണമായിരുന്നു. മറ്റൊന്ന് അതിൻ്റെ ഭാഗമായുള്ള ചട്ടങ്ങളിൽ മാറ്റം വേണ്ടതുണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മാനസിക ഘടന അത് അത്ര കണ്ട് അനുകൂലമായിരുന്നില്ല. അപ്പോൾ ആ മാനസിക ഘടനയിലും മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബോധവൽക്കരണ നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെയെല്ലാം ഭാഗമായി നല്ല മാറ്റം പൊതുവെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യ രാജ്യത്ത് ടോപ്പ് അച്ചീവിംഗ് പദവി നേടിയത്. രാജ്യത്ത് 1-ാം സ്ഥാനം നമുക്ക് നേടാനായി. ഇപ്പം നേരത്തെ 2016 നമ്മുടെ വ്യാവസായിക വളർച്ച 12% ഇപ്പോഴത് 17% എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. മാനുഫാക്ചറിങ് സെക്ടർ 2016 9.8% കേരളത്തിൻ്റെ സംഭാവന. പക്ഷേ ഇപ്പോഴത് 14% ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംരംഭക വർഷ പദ്ധതി ഇത് ഇന്ത്യ ഗവൺമെൻറ് തന്നെ
ബെസ്റ്റ് പ്രാക്ടീസായിട്ടാണ് കണ്ടത്. MSME മേഖലയിലെ രാജ്യത്തുള്ള ബെസ്റ്റ് പ്രാക്ടീസ് ഈ പദ്ധതിയാണ് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് വരെ എടുത്താൽ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് കേരളത്തിൽ വന്നത്. അതിൽ 23,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി. തൊഴിലവസരങ്ങൾ 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ കാര്യങ്ങൾ മാറുന്നു, ഏത് രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു എന്നതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. അതേസമയം നാം കൊച്ചിയിൽ വെച്ച് ഒരു നിക്ഷേപ സംഗമം നടത്തുകയുണ്ടായി. അതിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ താൽപ്പര്യ പത്രമാണ് ആ കമ്പനികളും മറ്റും ഒപ്പിട്ടത്. പ്രധാനപ്പെട്ട മിക്ക കമ്പനികളും സ്ഥാപനങ്ങളും ആ സംഗമത്തിൽ പങ്കെടുത്തു. ഈ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം അവിടെ കേട്ടവിടെ വിടുകയല്ല, അത് കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, അതിനാണ് KSIFT എന്ന പുതിയ സംവിധാനം. അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വ്യത്യസ്ത പരിശോധനകൾ, ആ പരിശോധനകളെക്കുറിച്ച് പല പരാതികൾ വ്യവസായികൾക്കുണ്ടാകാറുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ KSIS എന്ന ഒരു ഓൺലൈൻ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷം എടുത്താൽ വ്യാവസായിക രംഗത്ത് നല്ല പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞു. വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ, നിസ്സാനെ പോലുള്ള, എയർബസിനെ പോലുള്ള കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന നിലയുണ്ടായി. ഇപ്പം നമ്മുടെ രാജ്യം ജനങ്ങളെ എടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ് നമ്മുടേത്. ലോകരാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ അതിൽ നമ്മൾ 105-ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളിലൊന്നും നമ്മുടെ പിറകിലില്ല. അവരെല്ലാം നമുക്കെത്രയോ മുന്നിലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ, രാജ്യത്ത് വലിയ തോതിൽ ദാരിദ്ര്യം പെരുകുന്നു എന്നുള്ളതാണ്. ആളുകളുടെ എണ്ണം കൂടുന്നു, ആളുകളുടെ ദാരിദ്ര്യാവസ്ഥയും കൂടുന്നു. ഇതാണ് നാം രാജ്യത്തിൻ്റെ പ്രത്യേകതയായി കാണേണ്ടത്. എന്നാൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിലാണ് വിലക്കയറ്റം ഏറ്റവും കുറവായി നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് കാരണം നാം ശക്തിപ്പെടുത്തിയ നമ്മുടെ പൊതുവിതരണ രംഗം തന്നെയാണ്. പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുക എന്നത് മാർക്കറ്റിലുള്ള ഒരു ഇടപെടലാണ്. ആളുകൾക്കതിൻ്റെ ഗുണം അനുഭവിക്കാൻ കഴിയുകയാണ്. ഇപ്പോൾ 2016 നോക്കിയാൽ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF സർക്കാർ
പൊതുവിതരണ രംഗത്തിന് വേണ്ടി മാറ്റിവെച്ച തുക 5242 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ മാറ്റിവെച്ച തുക 10,697 കോടി രൂപയാണ്. ഒരേ കാലയളവാണ് ഈ പറയുന്നത്. ഒരേ കാലയളവിൽ നേരത്തെ മാറ്റിവെച്ചതിനേക്കാളും ഇരട്ടിയിലധികം തുകയാണ് LDF സർക്കാർ മാറ്റിവെച്ചത്. അതിൻ്റെ ഗുണഫലമാണ് നാം അനുഭവിക്കുന്നത്. ഇപ്പോൾ വിപണി ഇടപെടലിന് മാത്രം 2024 വരെ 14,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകൾ 4,15 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകളാണ് സർക്കാർ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ പൊതുചിത്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ക്രമസമാധാന രംഗമെടുത്താൽ നമ്മുടെ നാട് പോലെ ശാന്തമായ പൊതുജീവിതം പലയിടത്തും കാണാനേ കഴിയില്ല. വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഇല്ലാത്തൊരു നാടായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിയും. ഇവിടെ വൈദ്യുതി രംഗം നമ്മുടെ നാട്ടിൽ വരുന്ന വ്യവസായങ്ങൾക്ക് നല്ല ഗുണമേന്മയുള്ള വൈദ്യുതി ഉറപ്പുവരുത്തുകയാണ്. മറ്റ് പ്രയാസങ്ങളില്ലാതെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു. നമ്മുടെ പ്രസരണശേഷി നല്ല നിലക്ക് മെച്ചപ്പെടുത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഇവിടെയുള്ള ദുരിതാശ്വാസ നിധിയിലൂടെ നൽകുന്ന സഹായം 2011-16 കാലം 5 വർഷം, ആ കാലത്ത് 800 കോടി രൂപയായിരുന്നു കൊടുത്തത്. ഇപ്പോൾ ഈ 9 വർഷം എടുത്താൽ 8,500 കോടി രൂപ നൽകിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ ചികിത്സാ ധനസഹായം ദുരിതാശ്വാസ നിധിയിൽ നിന്നുണ്ട്. 6,80,000 പേർക്ക് ചികിത്സാ ധനസഹായം ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ക്ഷേമ പെൻഷൻ കേരളത്തിൽ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ എത്രയാണ് ക്ഷേമ പെൻഷനെന്നും കൊടുക്കുന്ന സ്ഥിതി എന്താണെന്നുള്ളത് പരിശോധിച്ചു. 600 രൂപയാണ് ആ ഘട്ടത്തിൽ കൊടുക്കാൻ കണക്കാക്കിയ തുക. പക്ഷെ അത് കടലാസിൽ മാത്രമായിരുന്നു. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. 2016 LDFൻ്റെ ആദ്യ മന്ത്രിസഭ ആ കാര്യം പരിശോധിക്കുകയും ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നീട് വർധനവായി 600-ൽ നിന്ന് 1,600 രൂപയിലേക്കെത്തി. ഇപ്പോൾ 60 ലക്ഷം പേർക്ക് ആ ധനസഹായം, ഈ ക്ഷേമ പെൻഷൻ നൽകുകയാണ്. ഇതിന് മൊത്തം തുക എടുത്ത് പരിശോധിച്ചാൽ 2011-16 കാലത്ത് 9,000 കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത്. എന്നാൽ LDF സർക്കാർ 72,000 കോടി രൂപ ഇതിനായി ചെലവഴിച്ചു എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങളിൽ ചിലർ
ഒരു വീട് സ്വപ്നം കാണുന്നവരാണ്. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നവരാണ് പലരും. ആ സാഹചര്യം ഒഴിവാക്കി വീട് എങ്ങനെ നൽകാം, ആ ആലോചനയിൽ നിന്നാണ് ലൈഫ് മിഷൻ നാം പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ ഇതിനകം നൽകിക്കഴിഞ്ഞു. 5 ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ബാക്കി വീടുകൾ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ പട്ടയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ പട്ടയ വിതരണം ഇപ്പോഴത് 4 ലക്ഷം കടന്നു. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് വെച്ച് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പട്ടയ വിതരണം നടന്നിരുന്നത്. അപ്പോൾ 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ LDF സർക്കാരിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് അതിവേഗം കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ കേരളം കണക്കാക്കിയപ്പോൾ 64,006 കുടുംബങ്ങളാണ്. അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് കണ്ടു. അതിനുള്ള നടപടികൾ ആരംഭിച്ചു. നല്ല പുരോഗതി ഇപ്പോൾ അതിലുണ്ട്. അതിൻ്റെ ഭാഗമായി നവംബർ 1 കേരളം ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം എന്ന പദവിയിലേക്ക് എത്താൻ പോവുകയാണ്. ആ മാറ്റം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും പങ്കുവഹിച്ചുകൊണ്ട് നല്ല നിലയിൽ പൂർത്തീകരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ആരോഗ്യരംഗത്ത് നല്ല ഇടപെടലുകളാണ് നാം നടത്തുന്നത്. ഇപ്പോൾ വന്ന മാറ്റം സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടി ചേർന്നാണ്. ഇപ്പോൾ 2016 ആരോഗ്യരംഗത്തേക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ 2500 കോടി രൂപയാണ്. ഇതാണ് വ്യത്യാസം. ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഗുണകരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. 73 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ 612 ആശുപത്രികളിലായി 27 ലക്ഷം പേർക്ക് 2762 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആർദ്രം മിഷൻ 2016 പ്രഖ്യാപിച്ചതാണ്. അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകൽ 886 എണ്ണം ആ രീതിയിൽ ഉയർത്തുകയാണ്. 674 എണ്ണം ഇപ്പം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനത് വിശദമായി പറയുന്നില്ല. ഏതായാലും 5000 കോടിയോളം രൂപ അതിന് സർക്കാർ ചെലവഴിച്ചതുകൊണ്ടാണ് മാറ്റങ്ങളുണ്ടായത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നടന്ന പ്രവർത്തനം എല്ലാവരും അതിൽ ഭാഗവാക്കായതാണ്. നാടാകെ അതിൻ്റെ ഭാഗമായി ചേർന്നതാണ്. 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയിരുന്നു ആ ഘട്ടത്തിൽ.
പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി പിന്നീട് പരിശോധിച്ചപ്പോൾ കണ്ടത് 10 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി വന്നു ചേർന്നു എന്നുള്ളതാണ്. അതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാവുകയാണ്. നേരത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വലിയ രാജ്യത്തിൻ്റെ ആകെ പട്ടികയെടുത്താൽ ആദ്യത്തെ കുറേ ഭാഗത്തൊന്നും നമ്മളെ പേര് കാണാനുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ 1 ഡസൻ യൂണിവേഴ്സിറ്റികളിൽ 3 എണ്ണം നമ്മുടേതാണ്. ആദ്യത്തെ 1 ഡസൻ. അതിൽ റാങ്കിങ് എടുത്താൽ 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, 43ാം സ്ഥാനത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളത്. ആദ്യത്തെ 100 എവിടെയും നമ്മളെ കാണാനുണ്ടായിരുന്നില്ല. ആ മാറ്റം ഇപ്പോൾ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ കോളേജുകളെടുത്താൽ ആദ്യത്തെ 100-ൽ 16 എണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവയാണ്. ഇവിടെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ വലിയ തോതിലുള്ള ഇടപെടലുകളാണ് നാം നടത്തുന്നത്. നമ്മുടെ കാർഷിക രംഗത്ത് നല്ല പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2016 2% വളർച്ചാ നിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 4.64% ഉയർന്നിട്ടുണ്ട്. നെൽകൃഷി എടുത്താൽ 2016 1,70,000 ഹെക്ടറിലായിരുന്നു. ഇപ്പോഴത് 2,23,000 ഹെക്ടറിൽ നെൽകൃഷിയുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ കണക്കെടുത്താൽ 8,268 ഹെക്ടറിൽ നെൽകൃഷി പുതുതായി ആരംഭിക്കാനായിട്ടുണ്ട്. നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത 4.56 ടണ്ണായി ഹെക്ടറിന് വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെൽവയൽ ഒരു ഹെക്ടറിന് 3,000 രൂപ റോയൽറ്റി നൽകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ചില മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതും വിശദമായി പറഞ്ഞിട്ടില്ല. ഇനി ഒട്ടേറെ മേഖലകൾ വേറെ കിടക്കുകയാണ്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇതാണ് നമ്മുടെ നാടിൻ്റെ ചിത്രം. നമുക്ക് എല്ലാ മേഖലയെയും കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനാവണം. നാം ലക്ഷ്യമിടുന്നത് നവകേരളമാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ ചെയ്യണം, ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും മുന്നോട്ട് വെക്കാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആമുഖ ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിക്കപ്പെട്ട അതിഥികളോട് സംവദിക്കുകയാണ്. ഈ സെഷൻ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ കാര്യമാത്ര പ്രസക്തമായി ഇവിടെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഓരോരുത്തരെയായി ക്ഷണിക്കുകയാണ്. ആദ്യം